അഭിനവ് സുന്ദർ നായകിൻ്റെ പുതിയ ചിത്രമായ മോളിവുഡ് ടൈംസിൻ്റെ ചെറിയൊരു റിവ്യൂ, ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് മിസ്റ്റേക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കണ്ടിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ പോയി കണ്ടിട്ട് വരൂ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയേണ്ടത് നെസ്ലിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നെസ്ലിൻ, സീരിയസ് കഥാപാത്രങ്ങൾ നെസ്ലിന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ അന്നനാളത്തിൽ തിരിയിട്ട് കത്തിച്ചിട്ടുണ്ട് നെസ്ലിൻ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സുജിയും. കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു സുജിയുടേത്. മൊത്തത്തിൽ പറഞ്ഞാൽ അഭിനയത്തിൽ എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങിയ സമയം മുതൽ എല്ലാവരും പറയുന്നതാണ് ഇറ്റ് ഈസ് എ ബയോപിക് ഓഫ് അഭിനവ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം അഭിനവിന്റെ പണ്ടത്തെ ഇന്റർവ്യൂസ് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളി തന്നെയാണ് വിനീത് മാധവ് എന്ന്. അതിന് ഒന്നാമത്തെ കാരണം അഭിനവിന്റെ കുട്ടിക്കാലത്ത് പുള്ളി DTS ഉള്ള സിനിമകൾ തിരഞ്ഞു പിടിച്ച് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം DTS ഉള്ള സിനിമ അഭിനവിന് അത്രയും ഇഷ്ടമായിരുന്നു. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് അഭിനവിന്റെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സ് പല സിനിമകളിലും പുള്ളിക്ക് തന്നെ കാണാൻ പറ്റി. അതിന് ഉദാഹരണമാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി എന്ന ക്യാരക്ടർ, പിന്നെ ജോജി എന്ന സിനിമയിലെ ജോജി എന്ന കഥാപാത്രം. ഇത് പുള്ളി തന്നെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അഭിനവ് തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കോയിൻസിഡൻസ് ആയിട്ട് മാത്രമാണ് കാണുന്നതെന്ന്. അപ്പോൾ ആ കഥാപാത്രം തന്നെയല്ലേ നമ്മൾ വിനീതിലും കാണുന്നത്. ഇനി ഞാൻ നോട്ടീസ് ചെയ്തൊരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയാം. അതായത് സ്ക്രീനിൽ 1996 എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ബോർഡിൽ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് 1994 എന്നാണ്. ഈ ഒരു സീനിൽ സച്ചിൻ്റെ അച്ഛൻ, അതായത് വൈക്കം ഡേവിഡ്, സച്ചിന് നല്ല IQ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സാധൂകരിക്കാൻ വേണ്ടിയാണ് സിനിമയുടെ ആദ്യം ടീച്ചർ സച്ചിനോട് ചോദ്യം ചോദിക്കുമ്പം സച്ചിൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൂപ്പൻ ഈ സീനിൽ പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതാണ് ശരിക്കും ഈ സിനിമയുടെ ആശയം. അതായത് കഴിവുള്ളവൻ്റെ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുന്നു. ഒന്നെങ്കിൽ അത് വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക, അല്ലെങ്കിൽ തിരിച്ചു നേടാൻ വേണ്ടി പോകാം. തിരിച്ചു നേടാൻ പോകുന്നതാണ് ഈ സിനിമയുടെ കഥ. വിനീത് മാധവിൻ്റെയും സുജിയുടെയും ഇയർ ഓഫ് ബർത്ത് സെയിം ആണെന്ന് കാണാം. അതിലൂടെ അവർ സമപ്രായക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല ബേസിലിൻ്റെ ഇയർ ഓഫ് ബർത്തും മന്തും സുജിയുടെ ആയിട്ട് മാച്ച് ആവുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ടൊവിനോയുടെ ഇയർ ഓഫ് ബർത്തും മന്തും വിനീതുമായി മാച്ച് ആവുന്നതും നമുക്ക് കാണാം. ഇതിലൂടെ അവർ തമ്മിലുള്ള ബോണ്ട് കാണിക്കാനായിരിക്കും ഡയറക്ടർ ചിലപ്പോൾ അത് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അതൊരു കോയിൻസിഡൻസ് മാത്രമായിരിക്കും. ഈ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്മസ് ആയി എന്ന്. പിന്നീടുള്ള ഹോസ്പിറ്റൽ സീനിൽ സ്റ്റാർ തൂക്കിയിട്ടേക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് സ്കൂളിൽ CD വിതരണം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ബാനറുകളും കാണാം. ടൈം ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡയറക്ടർ നല്ലതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ സീനിലാവട്ടെ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നുണ്ട് തിയേറ്ററുകളുടെ പുറത്ത് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന്. അത് ഡീറ്റെയിൽ ചെയ്യുവാൻ തിയേറ്ററുകളുടെ പുറത്ത് ആംബുലൻസ് കാണാൻ സാധിക്കും. സോ ഗൈസ്, എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ ഗൈസ്, ബൈ.